നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ. നമ്മൾ നിൽക്കുന്ന കട്ടച്ചിറയിലാണ്. കട്ടച്ചിറയിൽ അതായത് കട്ടച്ചിറ ജനങ്ങളെല്ലാം അതായത് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ ഒരു വീട്ടിൽ. അതായത് നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടുകാരൻ, അതുപോലെ എൻ്റെ സുഹൃത്തായ നമ്മുടെ അജി, ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം ഭാരത്തിലാണ്. അതായത് ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 കിഡ്നിയും ട്രബിളായിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് പറയാറുണ്ട്, നമ്മുടെ വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് ആ വീടിൻ്റെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമാവും. വളരെ സങ്കടത്തോടുകൂടിയാണ് പറയുന്നത്. നമ്മളെല്ലാം ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിന് നാടൊന്നാകെ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി കൈത്താങ്ങായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തോട് ഇദ്ദേഹത്തിനോട് ചോദിക്കാം, ചേട്ടാ എന്താണ് ഇഷ്യൂ ഒന്ന് പറയാമോ? കിഡ്നി രണ്ടും കംപ്ലൈൻ്റ് ആണ്. അതെ, എന്നാ ഇത് എത്ര നാളാണ് ഇതിപ്പോൾ? 2 വർഷത്തോളം അല്ലേ? എന്നാ ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്? 31-ാം തീയതി അഡ്മിറ്റ് ആയിട്ട് 7-ാം തീയതി ഓപ്പറേഷൻ ആണല്ലേ? അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ട്, അയച്ചേട്ടനോട് ചോദിക്കാം. അയച്ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മളിപ്പോൾ നാട്ടുകാരെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഈ കോന്നി MLA അഡ്വക്കേറ്റ് KV ജനീഷ് കുമാർ, നമ്മുടെ വാർഡ് മെമ്പർ സുസംബദാസ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ, അതുപോലെ മറ്റൊരു വാർഡ് മെമ്പറായിട്ടുള്ള ജിതേഷ് ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ഭാരവാഹികളായിട്ട് ചിറ്റാർ പഞ്ചായത്തിൽ അജി ചികിത്സാ സഹായ സമിതി എന്ന പേരിലൊരു സമിതി രൂപീകരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ധനസമാഹരണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കട്ടച്ചിറ എന്ന് പറയുന്ന പ്രദേശം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ അന്നന്ന് ജോലിയെടുത്ത് കഴിഞ്ഞു പോകുന്ന മനുഷ്യരായതുകൊണ്ട് എല്ലാ സമയത്തും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ ചിറ്റാർ പഞ്ചായത്തിലെ ഒരു 7 വാർഡുകളിൽ പിരിവിനിറങ്ങിയിരുന്നു. അതുപോലെ ചിറ്റാർ വ്യാപാരി വ്യവസായ അസോസിയേഷൻ സൗഹൃദ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടി ചിറ്റാർ മാർക്കറ്റിലും പിരിവെടുക്കുന്നത്. എങ്കിൽ പോലും ഇവർക്ക് കണ്ടെത്തേണ്ടത് 30 ലക്ഷം രൂപയാണ്. അത്രത്തോളം ഭാരിച്ച ഒരു തുക കണ്ടെത്താൻ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രം നടന്നു പോകാത്ത സാഹചര്യം. അപ്പോൾ അജിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പണം സമാഹരിച്ച് സ്വന്തമായിട്ട് ഇത് നടത്താനുള്ള ശേഷിയുള്ള ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, മനസാക്ഷിയുള്ള എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും കൂടി ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കണം. കാര്യം ഇത് നിങ്ങളുടെ ഒരു വിഷയം പോലെ നമുക്കറിയാം, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു രോഗം വരുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവിടെ വെച്ച് അവരുടെ ജീവിതം നിശ്ചലമായി പോകും. അപ്പോൾ നമുക്കെല്ലാവരും കൂടി കൂട്ടായി നിൽക്കാൻ, നിങ്ങളെല്ലാവരുടെയും കൂടി ഈ നാട് ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ഒരേ മനസ്സോടെ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണ് ഞങ്ങളെല്ലാവരും. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഈ ഫണ്ട് കളക്ഷൻ ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ആളുകൾക്ക് ഇറങ്ങി പിരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ പോരായ്മകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ ആ ഒരു ദയനീയാവസ്ഥയാണ് ശരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ കാണുന്നവർ കൂടി അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യണം. കാര്യം ഇപ്പോൾ ഈ വീഡിയോയ്ക്കൊപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യാവുന്നവരെല്ലാവരും അത് നിങ്ങളെ കഴിയുന്ന മാക്സിമം ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി തരും. സഹോദരൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു സംഘാടക സമിതി MLA രക്ഷാധികാരി ആയിക്കൊണ്ട് നമ്മളൊരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ വാർഡുകളിൽ നിന്ന് നമ്മൾ കളക്ഷൻ എടുക്കുകയുണ്ടായി. അജി സഹായ ഫണ്ട് രൂപീകരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഫണ്ട് ശേഖരണം നടത്തി. പക്ഷേ അത് നമുക്ക് അജിക്കിപ്പം ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. അത് എങ്ങും എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ സഹോദരൻ്റെ മാതാവ് പ്രായാധിക്യത്തിലുള്ള ഒരു മാതാവുണ്ട്. ആ മാതാവിനെ സംരക്ഷിക്കണം. പിന്നെ ആ കുടുംബത്തിൻ്റെ ഏക വരുമാന ദായകനും കൂടാണ്. അപ്പം എല്ലാ രീതിയിലും വേണ്ടുന്ന ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം. ഞങ്ങളുടെ സഹോദരൻ്റെ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനെ കൊണ്ടുള്ളത്. എന്തായാലും ശരിക്കും എന്താ പറയാൻ വാക്കുകളല്ല. കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ എന്തായാലും ഈ ഒരു നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ സഹായിക്കുവാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വലിയൊരു സപ്പോർട്ടാണ്. സഹായിക്കണമെന്ന് ആണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ. ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ അപേക്ഷിക്കാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളാ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം എന്നൊന്ന് പറയണം. വേറെ
എന്തെങ്കിലും പറയണ്ടോ? ഇനി വെള്ളയിൽ ഉണ്ടാവുന്ന ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 7-ാം തീയതി അല്ലേ? 7-ാം തീയതി. ഇന്ന് 19-ാം തീയതി നമ്മൾ ഷൂട്ട്. ഫെബ്രുവരി 7-ാം തീയതിയാണ്. ഇന്നിപ്പം ജനുവരി 19ആയി. ഇനിയും ബാക്കി തുക കണ്ടെത്തുന്നതിന് വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രമേ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെ റോഡിൽ നിന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായി. കാരണം ഇവരിങ്ങനെ എല്ലായിടത്തും എല്ലാ വാർഡിലും പോയി അല്ലേ? 7 വാർഡുകളിലും ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു വീഡിയോ ആണ്, നമുക്ക് ആ വീഡിയോ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ പുറത്ത് ഇദ്ദേഹത്തെ എനിക്ക് അറിയാം, പേഴ്സണലി അറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും ആളെ അറിയാവുന്നുള്ള ഒരു വെളിച്ചവും കാര്യങ്ങളും നോക്കിക്കൊണ്ട് ആണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സറിഞ്ഞ് സഹായിക്കുക എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ.